അമ്മ അമ്മ ഉണ്ടല്ലേ ആലോചിക്കണേ. ഞാനേ അതല്ല കുട്ടികളെ കണ്ടില്ലല്ലോ ഇന്നലെ ഇന്നിട്ട് തുമ്പീനും നന്ദൂനിയും. ഇന്നലെ പരീക്ഷ ഉണ്ടോ? ഇന്ന് ഞായറാഴ്ചയേ ഒന്നാമത്തേന്. ഇന്നലെ പരീക്ഷയില്ല, ഇന്നും പരീക്ഷയില്ല. നാളെയാണ് എക്സാം ഉള്ള. ലാസ്റ്റ് എക്സാം നാളെ രണ്ടാളെയും കണ്ടില്ലല്ലോ. അത് ശരി. അപ്പം അമ്മ ഇതാണ് ഇത്ര നേരമായിട്ട് തല പുകഞ്ഞിരുന്ന് ആലോചിക്കണേ. എന്ത് തല പോയി ആലോചിച്ചെന്നാ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വന്നിരുന്നപ്പോൾ നീയല്ല എന്നോട് ചോദിച്ചാൽ എന്താ ആലോചിക്കണേന്ന്. അതല്ല ഞാൻ കുറച്ച് എന്നായപ്പ അമ്മ ചിന്തയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ. ആ ചിന്തയിലല്ലായിരുന്നു. അതെ അതെ ശ്രദ്ധിക്കണൊക്കെ ഉണ്ട്. എന്താ മോനെ ആ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ പോക്കൊക്കെ എനിക്ക്. അമ്മക്കിപ്പോൾ നമ്മളെങ്ങൊന്നും വേണ്ടല്ലോ. പിള്ളേർ 2 ദിവസം വരാണ്ടായിപ്പോൾ പൊന്നെ എന്താ ഒരു വിഷമം, ആലോചനയും കാര്യങ്ങളും. അമ്പമ്പമ്പോ പറയേ വേണ്ട. ഇതിനെന്താ പറയാ, കുശുമ്പ് കുനിട്ട് കുശുമ്പൊന്നല്ല. 24 മണിക്കൂറിൽ രാത്രി ഉറങ്ങുമ്പോൾ വരെ ദിവനെയാണ് ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മേല് പുതപ്പ് കറക്റ്റ് ഉണ്ടോ തണുക്കുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ മെത്തുന്ന രസം പുതപ്പ് വേണമെങ്കിൽ ഞാൻ ശരിക്കും പുതപ്പിച്ച് കൊടുക്കും. ഉറക്കത്തിൻ്റെ ഇടന്ന് ഞാൻ എനിക്ക് പിന്നെ ശ്രദ്ധിക്കണം കേട്ടാ. അതിലെല്ലാം അമ്മ തിരിഞ്ഞെടുക്ക്, അമ്മ മലർന്നെടുത്ത്, അമ്മ തിരിഞ്ഞെടുത്ത് മഴത്ത് എടുത്തുണ്ട്. അവൻ്റെ ഒക്കെ വിളിക്കല് വേറെ. തുമ്പീനും നന്ദൂനും ഒന്ന് കാണാണ്ടായി എന്നാണ്. നീ വന്നേ ഇട്ട് വാ, എൻ്റെ അടുത്ത് വാ. അങ്ങനെയല്ല ശരിക്കും. തുമ്പി നന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിടയ്ക്ക് എന്നും വരും ഇവിടെ. അപ്പോൾ ഈ എക്സാമില്ലാത്ത ദിവസമൊക്കെ വരും. ഇനിയിപ്പോൾ നാളെ എക്സാം കഴിഞ്ഞാൽ അവർ വരില്ല. പിന്നെ അവർ അമ്മൂടെ അടുത്തേക്ക് പോകും. പിന്നെ കുറച്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഇരിക്കപ്പെടുത്തിണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിനായിട്ട് വേസ്റ്റായി. അവർ വന്നില്ല. സാധാരണ ഇന്നലെയും ഇന്നും ഇവിടെ വന്ന് കുറച്ച് നേരം ടി വി കണ്ടിട്ടാണ്. പരീക്ഷയിൽ ഇവിടെ വന്ന് ടി വി കണ്ടിട്ടൊക്കെയാണ് പോവുക. രണ്ടാളും കണ്ടില്ല. അതൊന്നും ഞാൻ ആലോചിച്ചതാ. 24 മണിക്കൂർ ഞാൻ ഉറങ്ങുന്ന സമയം വെച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ ഇവന് വേണ്ടി ചെലവഴിക്കണം ഞാനാട്ടാ. മനസ്സിലായി. അതാണ് ഇന്നലെ തൊട്ടപ്പോ തല പുകഞ്ഞ് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ. അല്ല എന്നാലും വെറുതെ വിളിച്ചുണ്ടാകലുണ്ടായിരുന്നു. തലപ്പൊക്കെ ഞാൻ ആലോചിക്കാൻ പറ്റുന്ന ഞായറാഴ്ച രാവിലെ 4:30 എണീറ്റിട്ട് ഉച്ചക്ക് 12:30 വരെ പണിയൊക്കെ താടി വെട്ടി നഖൊക്കെ വെട്ടി ഇവനെ കുളിപ്പിച്ചിട്ട് കന്നെ സമയം കുറച്ചെടുത്തു രാവിലെ. പിന്നെ നഖം വെട്ടില്ല, താടി മൂടിയായി. താടിനെ പറഞ്ഞത് 8 മണിക്ക് ആണ് എണീറ്റത് രാവിലെ ഇന്നലെ. അത് കഴിഞ്ഞ് പല്ല് തേപ്പിച്ച് ടോയ്ലറ്റ് കൊണ്ടുപോയി ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ മുടി വെട്ടാൻ നിന്നു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് കഴുകാനും ഒക്കെ നിന്നു. കമ്പിളി കഴുകി ഉണക്കി വെയിലത്ത് കുശുമ്പ. ഈ കുട്ടികൾക്ക് അവിടെ ചെന്ന സൗകര്യം കിട്ടുമോ? കുറച്ച് ദിവസം അമ്മൂമ്മയുടെ അവിടെ പോയിരുന്നിട്ട്. അല്ല അമ്മ ഞാൻ അവിടെ വിളിച്ച് ശല്യം ചെയ്യുമെന്നറിയേ കാണാമോ? അവരവരെ അമ്മൂമ്മയുടെ അടുത്ത് പോയി എനിക്ക് വിളിച്ചാലും ചെയ്യണം. എടാ ദിവസം കാണുന്ന കുട്ടികളൊന്നും കാണാണ്ടാവും. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു കുട്ടികളാണ്. അയ്യോ മാ തുമ്പിന്ന് പറഞ്ഞാൽ നീ മരിക്കൂല. ഞാൻ പറയുമ്പോൾ നിനക്ക് ഇത്ര വിഷമം. അതൊക്കെ ഓക്കെ. എന്നാൽ ഞാൻ ഇങ്ങനെ ഒന്നും കട്ടാടുന്നില്ല. എൻ്റെ ചെവി ചൊറിഞ്ഞിട്ട് വരില്ല. ബഡ്സിടാൻ പാടില്ല. ചെവി കഴിഞ്ഞ ദിവസം ഞാൻ ചൊറിഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ മതി. ചെവി ബഡ്സ് അങ്ങനെ ഇടാനൊന്നും പാടില്ല. ബഡ്സ് ഇടുന്ന ചെവിക്ക് ദോഷം അറിയേ. അപ്പൊ ഇതാണപ്പോ ചിന്തിക്കുന്നപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇത്ര നേരം. നിങ്ങൾക്ക് ഓടിച്ചിട്ടുണ്ടാകട്ടെ. ഞാൻ വീട്ടിൽ സമയത്ത് അങ്ങനെ അമ്മ ഉത്തരം മുട്ടുമ്പോ ഒഴിഞ്ഞു മാറി നോക്കണേ. അല്ല എന്തിനാ അമ്മ ഉത്തരം മുട്ടുമ്പോ ഒഴിഞ്ഞു മാറണേ? അതയ്യ സത്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. സത്യം അതെ സത്യം. നിങ്ങൾക്ക് കാര്യം കേട്ടെ. എനിക്ക് തുമ്പി നന്ദും കഴിഞ്ഞിട്ടുള്ള ഈ ലോകത്ത് ആരും സമാധാനായി. കുശും 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 മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോളേ. അത് കേക്കപ്പോ എനിക്ക് പറഞ്ഞേ സന്തോഷായില്ലേ? ഇപ്പൊ വിചാരിച്ച സംഭവം കേട്ടില്ലേ? ഞാൻ പോട്ടെ. ശരിയാക്കി തരാട്ടെ. മോനെ തേനേനൊക്കെ വിളിച്ചിട്ട് അവന് മോനെ തേനേന്ന് വിളിക്കണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ മോനേന്ന് വിളിക്കണില്ല, തേനേന്ന് വിളിക്കണ. നിന്നോട് മിണ്ടാനും വരുന്നില്ല. കണ്ട പറയണ കേക്ക് കണ്ട. അപ്പൊ ഇതൊക്കെയാണില്ലേ മനസ്സിലേ മിണ്ടാണ്ട്. ഞാൻ അവിടെ എൻ്റെ പാട് നോക്കി വെറുതെ 5 മിനിറ്റ് വന്നിരുന്നത്. അപ്പോഴാണ് ദൈവൻ ഈ നിലയ്ക്ക് എന്നോട് വർത്തനോട്. ഞാൻ പോട്ടെ ഓട്സ് ഉണ്ടാക്കട്ടെ.
ഓട്സിനായിട്ട് എനിക്ക് കുറച്ച് പ്രാക്ടീസ് എനിക്ക് അടുത്ത മാസം പ്രോഗ്രാം ഉള്ളതാ. ഒരു 3 പാട്ട് കാണാൻ എസ്കേപ്പ് ആവാ. അപ്പോൾ അത് പഠിക്കണം. പിന്നെ എൻ്റെ ലോഡ്സ് കൊടുക്കുന്ന ഈ കുശുമ്പനി വരും വേണം. കുശുമ്പ അപ്പം അമ്മ പോട്ടെ, ബൈ, സീ യു. എനിക്ക് ശരി മാച്ച് കളഞ്ഞു ഉമ്മ. ശരി ഉമ്മ തരൂ. തന്നില്ലേ മാച്ച്? ഞാനേ ഇങ്ങോട്ട് വരുമോ? ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് കുറച്ച് ശരിയാണ് ഞങ്ങൾ നല്ലതാ. തടി കാല് കെട്ടൽ മോളുണ്ട്. കാല് കെട്ടൽ മോളൊക്കെണ്ട. ഇപ്പൊ സ്നേഹമില്ലാണ്ടാണല്ലോ ഞാൻ കാല് ശ്രദ്ധിച്ചത്. സ്നേഹമില്ലാണ്ടല്ലോ ഞാൻ കാല് ശ്രദ്ധിച്ചേ അല്ലേ? അല്ലേ? കുശുമ്പൻ തുമ്പി നന്ദം വരുമ്പോ പറഞ്ഞു കൊടുക്കും നിന്റെ കുശുമ്പൻ. അവള് നിന്നെ കൊറിയയിലേക്ക് കൊണ്ടുപോയി എനിക്കൊന്ന് കാണണം. ഓഹോ അവയാ. പിന്നെ അവര് എന്തൊക്കെ ചോദിക്കും. വീഡിയോ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടല്ലോ. ചുറ്റിപ്പോയി എന്തിൻ്റെ എല്ലാ കാര്യങ്ങളും. എന്റെ കൊറിയ പോ